വേനൽച്ചൂടിൽ വെന്തുരുകുകയാണ് പാലക്കാട്. ജില്ലയിലെ ശരാശരി താപനില 37.5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഇതുവരെ 3 ദിവസങ്ങളിൽ ചൂട് 40 ഡിഗ്രി വരെ എത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ചിറ്റൂർ, കൊഴിഞ്ഞാമ്പാറ എന്നീ പ്രദേശങ്ങളിലാണ് 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയത്. 39.5-40 ഡിഗ്രിയിൽ ആണ് ഇപ്പം മുണ്ടൂർ IRTCയിലെ ടെമ്പറേച്ചർ റീഡിംഗ് ഉള്ളത്. ജില്ലയിലെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. മലമ്പുഴയിൽ കുറച്ച് കുറവായിരിക്കും. കൊഴിഞ്ഞാമ്പാറയിൽ കുറച്ചുകൂടി 41.5 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് അവിടെ ടെമ്പറേച്ചർ ഉള്ളത്. പടിഞ്ഞാറ് സൈഡിൽ പട്ടാമ്പിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് 37-38 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പം ടെമ്പറേച്ചർ ഉള്ളത്. മുണ്ടൂർ IRTCയിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ചൂട് 41 ഡിഗ്രിയായിരുന്നു. 2010-ൽ ജില്ലയിൽ ഉയർന്ന താപനില 43 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിരുന്നു. കടുത്ത ചൂട് പരിഗണിച്ച് ജില്ലയിൽ ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷവുമാണ് സമയക്രമീകരണം. ചൂട് താങ്ങാനാവാതെ ക്ഷീണവുമായി വൈദ്യസഹായം തേടിയെത്തുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. വേനൽ തുടങ്ങി ഇതുവരെ ജില്ലയിൽ 11 പേർക്ക് സൂര്യതാപം ഏറ്റതായാണ് കണക്ക്. ചൂട് കൂടുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ് അധികൃതരും രംഗത്തെത്തിയിട്ടുണ്ട്. വേനൽ ഇനിയും കനത്താൽ ബാഷ്പീകരണ തോത് ഉയരും. ഇത് ജലനിരപ്പ് ഗണ്യമായി കുറയ്ക്കാൻ ഇടയാക്കും. അണക്കെട്ടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിച്ചിട്ടുണ്ടെങ്കിലും വേനൽ കടുക്കുന്നതോടെ ഇത് തികയാതെ വരും. വെള്ളമില്ലാത്തതിനാൽ രണ്ടാം വിള കൃഷി ഉണങ്ങി കർഷകർ ദുരിതത്തിലായതിനു പിന്നാലെ ജില്ലയിൽ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.